ഹായ് ഗൈസ്, ഇന്നൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു വീഡിയോ ആണ്. അതായത് ചൈന ഈ ലോകത്തിനെ മൊത്തം ഷോക്ക് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ 2023-24 ഡാറ്റ പുറത്തു വന്നപ്പോൾ ഈ ഒരു ഡാറ്റ കണ്ടു കഴിഞ്ഞപ്പോൾ അമേരിക്ക, ഇന്ത്യ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും ഒന്ന് ഷോക്കായി. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഈ ഡാറ്റയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായി ചർച്ചാ വിഷയമായി നടക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ പുതിയതായിട്ട് അതായത് വലിയ വലിയ ബിൽഡിങ്സുകളും അതുപോലെ തന്നെ 10 വരി പാതകളും അങ്ങനെയുള്ള വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കാണുമ്പോൾ എല്ലാവരുടെ മനസ്സിലോട്ടും ഇപ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ഇത് ചൈനയിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്താണോ. അതുപോലെ തന്നെ ഇന്ത്യയിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് വരുന്നതിന് മുമ്പ് തന്നെ അതായത് ചൈനയിൽ അത്ര സ്പീഡുള്ള ട്രെയിനുകൾ ഉണ്ട്, ചൈനയിൽ അത്ര ബിൽഡിങ്ങുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് കൂടുതൽ അറിയാത്ത ആൾക്കാരും പുതിയ ജനറേഷൻ അതായത് ഈ ഒരു 18 വയസ്സിന്റെ താഴെയുള്ള ആൾക്കാരും ഇതാണ് കൂടുതലായിട്ടും പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റില്ല. കാരണം അവരുടെ ഉള്ളിലും അതായത് ഇന്ത്യ വളരുന്നില്ലല്ലോ എന്നുള്ളൊരു മെന്റാലിറ്റി കൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ഡേറ്റയും കൂടെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ലോകം മൊത്തം അനലൈസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തു വന്നു. അതിൽ ചൈനയുടെ പങ്ക് വെച്ച് നോക്കുമ്പോൾ അതായത് ചൈന 2024 ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ 3.6 ട്രില്യൺ വെർത്ത് വരുന്ന ഗുഡ്സ് എല്ലാം തന്നെ മറ്റ് രാജ്യത്തോട്ട് ഉൽപാദനം ചെയ്ത് കയറ്റി അയച്ചു, അതായത് എക്സ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഈ മെഷീനറീസ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ടോയ്സും മറ്റു കാര്യങ്ങളെല്ലാം എക്സ്പോർട്ട് ചെയ്തു. ഇതിൽ നിന്ന് ചൈനയ്ക്ക് കിട്ടിയ റവന്യൂ എന്ന് പറയുന്നത് ഏകദേശം 3.6 ട്രില്യൺ. എന്നാൽ അവര് ഇമ്പോർട്ട് ചെയ്തത് എന്ന് പറയുന്നത് വെറും 2.6 ട്രില്യൺ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, 1 ട്രില്യൺ അവർക്ക് അവിടെ സർപ്ലസ് വരികയാണ്. അതായത് അവരുടെ അടുത്ത് കൂടുതലായിട്ടും 1 ട്രില്യൺ എമൗണ്ട് ഓഫ് ഡോളറുകൾ അവർക്ക് കൂടുതലായിട്ടും വന്ന് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിലൂടെയാണ് എല്ലാവരും ഷോക്കായി പോയത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കയറ്റി അയച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതായത് ചൈന സാധാരണ കയറ്റി അയച്ച ഏതാണെന്ന് വെച്ചാൽ ഒന്നാമത്തത് USA, രണ്ടാമത്തത് വന്നിട്ട് ഹോങ്കോങ്. അപ്പോൾ ഹോങ്കോങ് ചൈനയിലെല്ലാം ചോദിക്കും, ചൈനയിൽ തന്നെയാണ്, അത് മറ്റൊരു കാര്യമുണ്ട്, അത് നോക്കാം. മൂന്നാമത്തത് സൗത്ത് കൊറിയ, വിയറ്റ്നാം, ഇങ്ങനെയുള്ള അതായത് ജപ്പാൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ കഴിഞ്ഞിട്ട് ഇന്ത്യ ഒരു 3%, ഇന്ത്യയിലോട്ട് ഒരു 3% കൂടെ കയറ്റി അയച്ചു. അങ്ങനെയാണ് ചൈനയുടെ എക്സ്പോർട്ട് ഉണ്ടായിരുന്നത്. ഇമ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഈ അറബ് കൺട്രീസിൽ നിന്നും അതുപോലെ തന്നെ റഷ്യയിൽ നിന്നെല്ലാം തന്നെ അവർ ഇമ്പോർട്ട് ചെയ്തു. എന്നാലും അവർക്ക് 1 ട്രില്യൺ എമൗണ്ട് ഓഫ് US$ അവർക്ക് അപ്പോഴും ഫോറക്സ് ആയിട്ട് അവിടെ സേവ് ചെയ്യാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇന്ത്യക്ക് വലിയൊരു പ്രശ്നമാണ്. അത് അവസാനം നോക്കാം. അപ്പോൾ ഇതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഓരോന്നോരോന്നായി നമുക്ക് നോക്കി വരാം. അപ്പോൾ ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് 2014 മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾ എപ്പോഴും ചൈനയോ USA അല്ലെങ്കിൽ റഷ്യയോ അതുപോലെ തന്നെ ഇറ്റലി, ജർമ്മനി ഇങ്ങനെയുള്ള രാജ്യങ്ങളൊന്നും തന്നെ പ്രതീക്ഷിച്ച് നിൽക്കരുത്. നമ്മൾ കൂടുതൽ കാര്യങ്ങളും ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു മിഷൻ കൊണ്ട്, അതായത് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററിന്റെ റെവല്യൂഷണറി മിഷൻ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് പലരും വിമർശിക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് ഇച്ചിരി കൂടെ നിങ്ങൾ ജിയോ പൊളിറ്റിക്സ് ഒക്കെ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മെയ്ക്ക് ഇൻ ഇന്ത്യ ഇന്ത്യക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ മെയ്ക്ക് ഇൻ ഇന്ത്യ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു റേസിലോട്ട് പങ്കുചേരുകയും അങ്ങനെ കുറെ അധികം സാധനങ്ങൾ അതായത് ഈ ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ ഫോണും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ചൈനയിൽ നിന്ന് അതിന്റെ ഷെല്ലും അതുപോലെ തന്നെ ചിപ്സും എല്ലാ കാര്യങ്ങളും പല രാജ്യത്തു നിന്നും കൊണ്ടുവന്ന് അത് ഇന്ത്യയിൽ അസംബിൾ ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനു ശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതുകൊണ്ട് എന്താ വെച്ചാൽ അതായത് നമുക്ക് കുറെ ടാക്സസ് കൂടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം വളരാൻ തുടങ്ങുന്നു. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയി നമ്മൾ നിൽക്കുന്നു. അപ്പോൾ മനസ്സിലാക്കുന്നു അതായത് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഈ വലിയ ടാക്സ് കൂടുന്നതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇതിന്റെ ഉള്ളിലോട്ട് വരാൻ, അതായത് പല വലിയ വലിയ കമ്പനികളും ഉള്ളിലോട്ട് വരാൻ മടി കാണിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന മറ്റൊരു പ്ലാനും കൂടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിലൂടെ ഈ പ്ലാനുകളിലൂടെ എല്ലാം തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയ്ക്ക് എങ്ങനെ ചൈനയിൽ പോയിട്ട് ഈ മാനുഫാക്ചറിങ് ഹബ് എല്ലാം തന്നെ USA ഉണ്ടായിരുന്ന ഇലക്ട്രോണിക് കാര്യങ്ങളെല്ലാം തന്നെ ചൈനയിൽ പോയി മാനുഫാക്ചറിങ് ചെയ്തോ അതേപോലെ തന്നെ ആ മാനുഫാക്ചറിങ് ഹബ്ബ് നേരെ നമ്മുടെ ഇന്ത്യയിലോട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് ചൈന ഉണ്ടാക്കിയ പോലെ മെട്രോ സിറ്റികൾ, അതുപോലെ തന്നെ മെട്രോ ട്രെയിനുകൾ, ബുള്ളറ്റ് ട്രെയിനുകൾ, അതുപോലെ തന്നെ ബുള്ളറ്റ് റെയിൽവേ ട്രാക്കുകൾ, ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇതെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യയിലും സ്വപ്നമാവാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് നമ്മൾ ആദ്യം ഇവിടെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ ഇതെല്ലാം തന്നെ പുഷ് ചെയ്ത് മുന്നോട്ട് വരണം. എങ്കിൽ മാത്രമോ നമുക്ക് ചൈനയുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഓയിൽ ആയിക്കോട്ടെ അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ, പക്ഷെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന വളരെ കുറവാണ്. അപ്പോൾ ഈ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതായത് നമുക്ക്
കൂടുതലായിട്ടും ഡോളറുകൾ വാങ്ങി സേവ് ചെയ്തതിനു ശേഷം അതിന് നമ്മൾ കൊടുക്കണം. പക്ഷെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡോളറുകൾ ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചൈനയ്ക്ക് ഉള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ കൂടുതൽ ഡോളറുകൾ വരുന്നുണ്ട്, പക്ഷെ കുറച്ച് ഡോളറുകൾ ചെലവഴിച്ചാൽ മതി. ഇതുകൊണ്ട് ചൈനയുടെ എക്കണോമി ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളിൽ നിന്ന് സ്റ്റേബിൾ ആയി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് നമുക്ക് കുറച്ച് ഡോളറുകളോ ഉള്ളിലോട്ട് വരുന്നുള്ളൂ, പക്ഷെ കൂടുതൽ ഡോളർ നമ്മൾ ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇതും ഏറ്റവും വലിയൊരു പ്രശ്നമായി നമുക്ക് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു പ്രശ്നം വരാനുള്ള കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് 1990 വരെ നമുക്കും അതുപോലെ തന്നെ ചൈനയ്ക്കും ഒരേ GDP ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരേ വളർച്ചയായിരുന്നു ചൈനയും ഇന്ത്യയും ഉണ്ടായിരുന്നത്. പക്ഷെ അവിടുന്ന് പിന്നെ നമ്മൾ ചൈനയുടെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് ചൈന ഇന്ത്യനെക്കാട്ടിലും 5 ഇരട്ടി എക്കണോമിയിൽ വലുതാണ്. അതേപോലെ തന്നെ ഇന്ന് ചൈന ഡിഫൻസിൽ നോക്കുകയാണെങ്കിൽ നമ്മളെക്കാട്ടിലും വലുതാണ്. അങ്ങനെ ഏതെടുക്കുകയാണെങ്കിലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു വലിയൊരു ശത്രുവായി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇന്ന് ഇന്ത്യനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ചൈനയ്ക്ക് ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴെങ്കിലും വന്ദേ ഭാരത് വന്നത് ഭാഗ്യം എന്ന് വിചാരിക്കാം. കാരണം 1990-കൾക്ക് തൊട്ട് നമ്മൾ പിന്നീട് നമ്മുടെ എക്കണോമിക് പോളിസി മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മൾ വലിയ രീതിയിൽ GDP-യിൽ അന്ന് തൊട്ട് ഫോക്കസ് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു തെറ്റ് പറ്റിയത്. എക്കണോമിയിൽ ഫോക്കസ് ചെയ്തെങ്കിലും അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഹബ്ബുകൾ നമ്മളിവിടെ നിർമ്മിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ അതായത് നമ്മൾ അവിടെ ആ സമയത്ത് എന്തുകൊണ്ട് ഈ മാനുഫാക്ചറിങ് ഹബ്ബ് അല്ലാതെ ചൈനയെ തെരഞ്ഞെടുത്തു, ഇന്ത്യനെ തെരഞ്ഞെടുത്തില്ല? അതായത് ഒന്ന് ചൈനയിൽ വർക്ക് ഫോഴ്സ് ആണ്, പക്ഷെ ഇന്ത്യയിലും അതേ വർക്ക് ഫോഴ്സ് ഉണ്ട്, അതായത് ലേബേഴ്സ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട്? പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ എക്കണോമിക് പോളിസി പലതും മാറ്റണമായിരുന്നു. അതുപോലെ തന്നെ ട്രേഡും കാര്യങ്ങളിലെല്ലാം തന്നെ ഒന്ന് ഇളവ് വരുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചൈന ഇന്ന് ഡോമിനേറ്റ് ചെയ്യുന്നതിന്റെ ഒരു 30% മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് നമുക്ക് അന്ന് പുള്ള് ചെയ്യായിരുന്നു. ഇന്ന് നമ്മളും ഈ ഒരു 2 ട്രില്യൺ 3 ട്രില്യണിൽ ഒരു 300 ബില്യൺ നമുക്ക് കയറ്റി അയക്കാൻ പറ്റുമായിരുന്നു. ഇതുകൊണ്ട് ഇന്ത്യയും നല്ല രീതിയിലുള്ള ഡെവലപ്ഡ് പൊസിഷനിൽ ഉണ്ടായേനെ. അപ്പോൾ ഇത് പറയുമ്പോൾ പലരും പറയും അതായത് ഞാൻ കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് BJP-നെ സപ്പോർട്ട് ചെയ്യാതെ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അതായത് ആ കാലത്തുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാരെല്ലാം തന്നെ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അതായത് ഇന്ത്യ വളരണം എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അവർ ആ മാർക്കറ്റ് എല്ലാം തന്നെ ക്യാപ്ചർ ചെയ്യാൻ അന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇന്ന് ഗ്ലോബൽ ലെവലിലെ ചൈനയെക്കാട്ടിലും മുന്നിലെത്തിയേനെ. ഇതും ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോൾ എന്താ ചൈന ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ട്രംപ് വരികയാണെങ്കിൽ അവരുടെ ട്രാഫിക് കൂട്ടും എന്ന് പറഞ്ഞല്ലോ. ചൈന ചെയ്യുന്നത് എന്താ വെച്ചാൽ അതായത് ഉണ്ടാക്കി വെച്ച സാധനങ്ങളെല്ലാം തന്നെ എല്ലാ രാജ്യത്തോട്ടും അതായത് ട്രംപ് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പോളിസി മാറുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ടിൽ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അത് കൂടുതലായിട്ടും വിറ്റൊഴിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ചൈനയ്ക്കറിയാം കൂടുതലായിട്ടും ഈ സാധനങ്ങൾ മാർക്കറ്റിലോട്ട് പോകുകയാണ് എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്ത് അവിടെ സർക്കുലേറ്റ് ആകുകയും ചെയ്യും. പക്ഷെ ചൈനയ്ക്ക് 10% ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് ചൈനയുടെ 60% ടാക്സിൽ നിന്ന് ചൈനയ്ക്ക് എസ്കേപ്പ് ആയി മാറി നിൽക്കാനും പറ്റും. ഇതെല്ലാം ചൈന മുൻകണ്ടാണ് ചൈന ഇപ്പോൾ മെല്ലെ മെല്ലെ ട്രംപ് വരുന്നതിന് മുമ്പ് അവരുടെ പ്ലാനുകളെല്ലാം നീക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ സോളാർ ആയിക്കോട്ടെ അതുപോലെ തന്നെ സെമി കണ്ടക്ടർ ഇതിലെല്ലാം തന്നെ ഇന്ത്യ നല്ല രീതിയിൽ മുന്നേറി പോകുന്നുണ്ട്. അതായത് ചൈനയുടെ ഒപ്പം നമ്മൾ ഏകദേശം റിന്യൂവൽ എനർജിയിലെല്ലാം പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും വീക്ക്നെസ് എന്ന് പറയുന്നത് ഈ കാർ മാനുഫാക്ചറിങ്ങൾ അതുപോലെ തന്നെ ഈ ഇലക്ട്രോണിക്സിനാണ് നമ്മൾ ഇപ്പോഴും വലിയ രീതിയിൽ താഴോട്ട് വരുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ എങ്ങാനും ഇന്ത്യൻ ഗവൺമെന്റ് ഈ ടാക്സ് എല്ലാം കുറച്ചുകൊണ്ട് കുറെ അധികം അതായത് ഈ ഇലക്ട്രിസിറ്റി ചാർജുകൾ ഇതെല്ലാം തന്നെ വളരെ രീതിയിൽ കുറച്ചുകൊണ്ട് കൂടുതലും ഫാക്ടറികളെ ഉള്ളിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമോ നമ്മളും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചൈന ഇങ്ങനെ വളരുന്നതുകൊണ്ട് ഇന്ത്യക്ക് എന്താ പ്രശ്നം എന്നോ ഉണ്ടാവും. അതായത് ചൈനയുടെ ട്രേഡ് കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ നോക്ക് അതായത് 1 ട്രില്യൺ എമൗണ്ട് ആണ് അവർക്ക് കൂടുതലായിട്ടും ഈ ഫോറക്സ് കിട്ടുന്നത്. ഇതുകൊണ്ട് എന്താണ് അവർക്ക് ഇത് എവിടെ ചെയ്യണം? അവർ കൂടുതലായിട്ടും ഗോൾഡ് വാങ്ങുന്നു. അന്താരാഷ്ട്ര ലെവലിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഗോൾഡ് വാങ്ങുന്ന ഒരു രാജ്യം ചൈനയാണ്. ഗോൾഡ് വാങ്ങുന്നതുകൊണ്ട് അവരുടെ എക്കണോമി ഇച്ചിരി കൂടെ സ്ട്രോങ് ആവുകയാണ്, അവരുടെ കറൻസി സ്ട്രോങ് ആവുകയാണ്. ഇതുകൊണ്ട് അവർക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുകയാണ്. ഇനി ബാക്കി പണങ്ങളെല്ലാം തന്നെ അവർ എടുത്തുകൊണ്ട് അവരുടെ GDP നിന്ന് 5-6% വരെ അവരുടെ ഡിഫൻസിലോട്ട് മാത്രം അവർക്ക് മാറ്റിവെക്കാൻ പറ്റുന്നു. ഇങ്ങനെ ഡിഫൻസിലോട്ട് മാറ്റിവെക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവരുടെ ഡിഫൻസ് മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് ഇന്ത്യക്ക് ഒരു വലിയ ത്രെട്ടാണ്. അതായത് നമ്മുടെ അയൽ രാജ്യമാണ്, ഇവിടെ നിന്ന് കൂടുതൽ ത്രെട്ട്. അപ്പോൾ അവരുടെ ഡിഫൻസ് ഇങ്ങനെ വളർന്നുകൊണ്ട് പോവുകയാണ്. പക്ഷെ ഇന്ത്യന്റെ അടുത്ത് ഇത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഡിഫൻസിന് വേണ്ടി ഇത്ര ഒതുക്കാൻ പറ്റുന്നില്ല. ഡിഫൻസിന് വേണ്ടി നമ്മൾ 5-6% ഒതുക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഫൻസും ഇച്ചിരി കൂടെ വളരും. പക്ഷെ ഇപ്പോൾ നമ്മൾ മാറ്റുകയാണെങ്കിൽ നമ്മുടെ മറ്റു പല കാര്യങ്ങളും അവിടെ സ്റ്റോപ്പ് ആയി പോകും. അതായത് പെൻഷനുകൾ ഇതെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റും ഇപ്പോൾ ഒരു ചെക്ക് മേറ്റിലാണ് നിൽക്കുന്നത്.